So guys, welcome back to മാവ് ആൻഡ് ഇന്ന് എൻ്റെ മാവിൻ ടോക്കിൽ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഒന്നും അല്ല, എൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്ക് ബിഗ് ബോസിനെ കുറിച്ച് ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അവനും കൂടെ എന്തൊക്കെ പറയാനുണ്ടെന്ന്. സോ ഫൈസ്. ഹലോ. ഇന്ന് നമ്മൾ ഒരുമിച്ച് വലിയ സെലിബ്രിറ്റിയുടെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഊക്കല്ലടാ ആവശ്യത്തിലധികം ഊക്കല് ബിഗ് ബോസിനകത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്റെ വീട്ടില് എനിക്കൊരു പ്രൊമോഷന്റെ ആവശ്യമില്ല, അത് നമ്മളെ ഏരിയയാണ്. ഇപ്പൊ ഞാൻ വലിഞ്ഞേറി വന്നതുപോലെ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. സോ 5 എപ്പിസോഡ് കണ്ടില്ലേ? ഞാൻ കണ്ടിരുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇന്ന് ഞാൻ ഇരുന്നിട്ട് വന്നപ്പോ ഞാൻ നാട്ടിൽ നിന്ന് വന്നതാണ്, അപ്പൊ ഒന്ന് ഇരുന്ന് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഫസ്റ്റ് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മളുടെ ആര്യനും അനുമോളും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ടാവുന്നുണ്ട്. അവർ ഇന്നലെ മുതലേ തുടങ്ങിയതാണ്. അനുമോളുടെ സാധനം കാണാനില്ല, അത് ആര്യൻ എടുക്കുന്നു. ഇന്ന് ആര്യന്റെ ടൂത്ത് പേസ്റ്റ് കാണാനില്ല, അത് അനുമോൾ എടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു അടി നടക്കുന്നുണ്ട്. എപ്പോഴും ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ജിസേലിന്റെ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നത്, മുഖത്തൊന്ന് ഒരു കുശുമ്പിന്റെ സാധനമാണ് അനുമോൾക്ക് എപ്പോഴും കാണുന്നുള്ളൊരു സാധനം എന്ന് പറയുന്നത്. അതിനുശേഷം നടക്കുന്നത് നമ്മളുടെ ബിഗ് ബോസിനകത്തൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. സോ എല്ലാരും പാട്ടുപാടി സ്വാഗതം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു. കണ്ടായിരുന്നോ ആരാ വന്നത്? നമ്മുടെ സ്പൈക്കുട്ടൻ ഗസ്റ്റ് ആയിട്ട് വന്നു. അവര് ഭയങ്കര ആസ്വദിച്ച് പാട്ടൊക്കെ പാടി സ്പൈക്കുട്ടനെ വരവേൽക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നത്. അതിന് സ്പൈക്കുട്ടൻ നമ്മുടെ വീട് മുഴുവൻ വൃത്തിയാണോ എന്നൊക്കെ ആദ്യം കിച്ചണിലും ബെഡ്റൂമിലും ബിഗ് ബോസിൽ അങ്ങനത്തെ ഒരു പരിപാടി. അപ്പൊ നമുക്കും അത് കാണുമ്പോ തന്നെ എന്താണ് ഈ സംഭവം എന്നുള്ളൊരു നമ്മളിത് കാണുന്നത്. സ്പൈക്കുട്ടൻ നിക്കുന്നത് ഇരിക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു. ഇവനെ പോലെ തന്നെ കൈ കൊണ്ടൊക്കെ ചെയ്യും. കറക്റ്റാ, പഠിച്ച് കില്ലാടി തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ സ്പൈക്കുട്ട നമ്മുടെ വീട് നോക്കുന്ന ആ ടൈമിൽ നമ്മുടെ കൺഫെഷൻ റൂമിൽ നെവിൻ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടില്ലല്ലോ നെവിൻ പോണത് ഞാൻ കണ്ടില്ല, ഞാൻ അത് കട്ട്സ് ആണ് കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ. നെവിനെ പ്രൊവോക്ക് ചെയ്തിട്ട് നെവിനെ പറഞ്ഞു വിട്ടതായിരുന്നു. അതൊക്കെ അറിയാലോ, ഭാഗ്യം. അപ്പൊ നെവിൻ കൺഫെഷൻ റൂമിൽ വന്നിട്ട് ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സോറി ബിഗ് ബോസ്, എനിക്ക് തെറ്റു പറ്റിയതാ, പ്രൊവോക്ക് ചെയ്തപ്പോ ഇറങ്ങി പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സ്പൈക്കുട്ടൻ നേരെ നമ്മളുടെ കണ്ടസ്റ്റൻസിനെയും കൊണ്ടിട്ട് പോയത് കൺഫെഷൻ റൂമിലേക്കായിരുന്നു. അപ്പം അവിടെ ശ്രദ്ധിച്ചോ, എല്ലാരും പോയി നെവീനെ കണ്ടപ്പോ കെട്ടിപ്പിടിക്കുന്നു, സന്തോഷിക്കുന്നു. എല്ലാരും പോയി, പക്ഷെ പോവാത്തൊരു 3 ടീം ലിവിംഗ് റൂമിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ആദിലയും നൂറയും അനുമോളും. ഇവര് മാത്രം നെവിനെ കണ്ടിട്ട് സന്തോഷിക്കുന്നുമില്ല. അങ്ങോട്ടൊന്നും എനിക്ക് മറ്റേ ടീംസാണ്, കുശുമ്പ് ടീംസാണ്. കുശുമ്പിന് മരുന്നില്ല നമുക്ക് പറയണേ കേട്ടിട്ട്, കുശുമ്പിന് പെട്ടെന്ന് ഇത് കേട്ടിട്ട് ഇനി മുടില്ലാത്തവരുന്ന് എനിക്കെതിരെ തെറി പറയരുത്. ഞാൻ ഉള്ള ഒരു സംഭവം പറയണം, മൊത്തത്തിലില്ല അങ്ങനെ സംഭവം കേട്ടിട്ടില്ല. പെട്ടത്തിലേക്ക് മരുന്നില്ല ഒരു സാധനം അങ്ങനെ. അപ്പൊ അവര് അങ്ങനെ എന്തോ ഒരു കുശുമ്പുള്ളി വെച്ചിട്ടിരിക്കുന്ന ടീംസാണ്. പക്ഷെ അതിലൂർക്ക് മുമ്പ് അത്ര ഉണ്ടായിരുന്നില്ല. അനൂനുണ്ടത്, അനുവിനത് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം എപ്പോഴും അനുമോളുടെ കൂടെ തന്നെ ഉണ്ടായതായി കണ്ടിട്ടുണ്ട്. പക്ഷെ നൂറ് വാ തുറന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്ഭുതം. ഈ പുറത്തുള്ള പ്രേക്ഷകരുടെ ഒക്കെ ക്യൂട്ട് ബേബി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നൂറ. കാണാൻ മാത്രം രസമല്ല. അതായത് കമന്റ്സിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലൊക്കെ, അതായത് ആദിലയാണ് ഭർത്താവ്, നൂറാണ് ഭാര്യ. പക്ഷെ ഇതാണ്ട് മാറ്റി, നൂറ അങ്ങോട്ട് ആകണ്ട് ഫയർ ആയിട്ട് എല്ലാരും പറയുന്നത് ആദിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നൂറ നിൽക്കുന്നത്. പക്ഷെ ആദിലൊരു വാ തുറന്ന് ആ പ്രൊവോക്കിലാണ് ശരിക്കും നെവിൻ ഇറങ്ങി പോയത്. അപ്പൊ അതിന് എന്തിന്റെ ഒരു കോമഡി ഉണ്ടായിരുന്നു. ഇതില് അനു ഇടയിലൊന്ന് കരഞ്ഞു. എന്നിട്ട് അനു എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു, അവൻ പോയതില് ഇനി ഇവരൊക്കെ എന്റെ മേത്തേക്ക് വരും. അപ്പൊ അതിലപ്പം തന്നെ വന്നിട്ട് പൊട്ടിച്ചു. അതെ നിന്റെ കാരണം ഒന്നല്ല, ഞങ്ങളെ കാരണമാണ് പോയത്, നീ വെറുതെ കരയാൻ നിൽക്കണ്ട. ചീപ്പ് ഷോ എപ്പോഴും ഉള്ളത്. കരച്ചിൽ. അപ്പോ ഈ നെവീൻ വന്നാൽ നെവീൻ മനസ്സിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നെവീൻ വന്നു, ആദിലിനോടും നൂറേനോടും പോയി സംസാരിച്ച് കെട്ടിപ്പിടിച്ചു. അതുപോലെ അനുമോളോടും പോയി കെട്ടിപ്പിടിച്ചു. ഇവരങ്ങോട്ട് പോയിട്ട് നെവീൻ ചെയ്തത്. പക്ഷെ ആ ഒരു മര്യാദ പോലും ഇവര് തിരിച്ചു കാണിച്ചില്ല. നെവീൻ നല്ലൊരു ഗെയിമറാണ്. ഗെയിമിംഗ് ആള് എല്ലാ രീതിക്ക് കാണുള്ളൂ, മറ്റൊരു പേഴ്സണലായിട്ട് എടുക്കേണ്ടത്. പക്ഷെ ബിഗ് ബോസിലെ ഏറ്റവും നല്ല എന്റർടൈനർ എന്ന് പറഞ്ഞ നെവീനാണ്. നെവീൻ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് കയറ്റിയതും അതെ സത്യമാണ്. ഇറങ്ങിപ്പോയ എത്ര പേരുണ്ട്. ജാസ്മിൻ ഇറങ്ങിപ്പോയതാണ് മുന്നത്തെ സീസണിൽ. അതുപോലെ മറ്റേ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് റോബിനെ ഇറക്കി വിട്ടതാണ്. അങ്ങനെ അവർക്കുള്ള റീച്ച് ഒന്നും ഇവനിപ്പില്ല, എന്നിട്ട് കൊണ്ടുവന്നത് നല്ലൊരു എന്റർടൈനർ ആയിരുന്നു. അതെ, അതിനുശേഷം നമ്മളുടെ അതിലെയും നൂറയും അനുമോള് ശൈത്യയും കൂടി മറ്റേ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നെവിൻ തിരിച്ചു വന്നതിനെ കുറിച്ചിട്ട്. അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിനെ കുറിച്ചിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ ഇതിനുള്ളിൽ ഡിസ്കഷൻ നടക്കുമ്പോൾ നമ്മുടെ അക്ബർ ടീമും പുറത്തിരുന്നിട്ട് പറയുന്നുണ്ട് അവരെ പശ തേച്ച് ഒട്ടിച്ചു വെച്ചതാണ്. ഏകദേശം 1.5 മണിക്കൂർ ലൈവില് അവരതിനുള്ളിൽ ഇരുന്ന് തന്നെ സംസാരിക്കായിരുന്നു. അത്രയ്ക്ക് പൊട്ടലായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ നടന്നതെന്ന് പറയുന്നത് നമ്മുടെ
ക്യാപ്റ്റൻസി സെലക്ഷൻ, ക്യാപ്റ്റൻസി ടാസ്ക്, ക്യാപ്റ്റൻസി സെലക്ഷൻ നോമിനേറ്റ് ചെയ്യാന്നുള്ള പരിപാടി, നോമിനേറ്റ് ചെയ്യുന്ന പരിപാടി. അപ്പം ഏകദേശം എല്ലാരും കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് അനുസരിച്ചിട്ട് റെനയും നെവിനും ബിന്നിയും പിന്നെ 3 പേരെയാണ് സെലക്ട് ചെയ്ത്. കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് അനുസരിച്ച് അവർ അടിപൊളിയായിട്ടായിരുന്നു ആ ടാസ്ക് റെനയും ബിന്നിയും ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ സ്വേച്ഛാധിപതിയായിട്ട് നെവിനും അടിപൊളിയായിട്ട് ചെയ്തിരുന്നത്. സ്വേച്ഛാധിപതി മറ്റേ ഇതും നോക്കിക്കൊണ്ടിരുന്നോ? അതായത് ഒരു ആങ്കർക്ക് വേണ്ട ആദ്യത്തെ ഇതെന്താ അറിയോ, വൃത്തിയായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ വന്നത് ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ. ഞാൻ എന്റെ പച്ചയായ മലയാളികളോടാണ് ഞാൻ സംസാരിക്കുന്നത്. സോ അവർക്ക് ഇത് കേട്ട നല്ല അടി കിട്ടും. സ്വേച്ഛാധിപതി തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സ്വേച്ഛാധിപതികൾ ഹാപ്പി ആയില്ലേ നീ? സ്വേച്ഛാധിപതിയായിട്ട് നെവിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നെവിനും ബിന്നിയും റെനയും ക്യാപ്റ്റൻസിന്റെ സെലക്ഷനിൽ വന്നു. അതിനുശേഷം മെയിൻ ആയിട്ട് നടന്ന ഒരു കാര്യം നമ്മുടെ ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിൽ അത് എപ്പിസോഡിൽ വലുതായിട്ട് എല്ലാരും പറയുന്നത് കാണിച്ചിട്ടില്ല. പക്ഷെ ലൈവിൽ അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും പറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും നമ്മളുടെ അനീഷിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എല്ലാരും പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ ടാസ്കില് ഒറ്റ ടാസ്ക് ചെയ്തിട്ട് ഫുൾ ടൈം ആ ബെഡിൽ കിടന്ന് വെളുപ്പിന് വരെ ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് എണീറ്റതിന് ശേഷം ഞാനാണ് എല്ലാം ചെയ്തതെന്ന് പറഞ്ഞുള്ള ഒരു വാഗ്ദാനം. അത് തന്നെ പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ അനുമോളിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം എല്ലാരും ഒറ്റ സ്വരത്തിലായിരുന്നു, ഒരേ റീസൺ പറഞ്ഞിട്ട്. അത് എന്തായാലും പറയേണ്ടി വരും എല്ലാവർക്കും. കാരണം അമ്മാതിരി പ്രാക്കും, വീട്ടുകാരെ പ്രാവുക, ഉമ്മാനപ്പനെ പ്രാവുക, അമ്മയച്ഛനെ പ്രാവുക, ഭാര്യനെ പ്രാക്കല്, ഒരു കാരണമില്ലാതെ കരച്ചില്, ചുമ്മാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യല്, ഒരു ആവശ്യമില്ലാതെ ആയിരുന്നു അവിടെ. ഇതൊക്കെ എപ്പിസോഡുകൾ കാണുന്നവർക്ക് ഇതൊക്കെ. ഈ റെനയ്ക്ക് ഫുഡ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറ് ചോദിച്ച വന്ന കുട്ടിക്ക് ചോറ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര എല്ലാരും. അല്ല, ഈ സംഭവങ്ങളൊക്കെ ഈ എപ്പിസോഡ് കാണുന്നവർക്ക് കാണുന്നുണ്ടാവും അറിയില്ല. ലൈവിലാണ് ഇതിന്റെ ഫുൾ വേർഷൻ കാണുന്നുണ്ട്. അത്രയും ബോറാണ് അതൊക്കെ അല്ലേ. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനുമോളുടെ ടീമിലുള്ള ഒരാളാണ് നൂറ. ഈ നൂറയും ഇതേ റീസണിൽ നോമിനേറ്റ് ചെയ്തു അനുമോളെ ജയിലിലേക്ക്. ടീമിലുള്ളവർ എത്ര അടിപൊളിയാണെന്ന് മനസ്സിലാക്കണം. അതിലെ നൂറൊക്കെ ഗ്യാങ് ആയിട്ട് അങ്ങനെ നിൽക്കണമെങ്കിലും അവരുള്ളിലും ഒരു ഗെയിമിംഗ് മെന്റാലിറ്റി ഉണ്ട്. മണ്ടത്തിയാണ്, ആ കാര്യത്തിൽ മണ്ടത്തിയാണ്. കറിയാൻ മാത്രമേ അറിയുള്ളൂ. എല്ലാവരും അത് ഗെയിമായിട്ട് കാണുന്നുണ്ട് എല്ലാവരും. അതുകൊണ്ടുള്ള അനുമോള് ഇവനെ പുറത്താക്കി ഞാനാണ് എന്നെ ഒരു ചൂടാവൂ എന്നൊക്കെ ചോദിച്ചു നിൽക്കുമ്പോൾ അപ്പൊ തന്നെ അതിലൊന്ന് പൊട്ടിച്ചത്. അവരുള്ളിലെ ഗെയിമിംഗ് ഉണ്ട്, ഞങ്ങളാണ് പുറത്താക്കി എന്നുള്ള ഒരു ഐഗോ ഒരു തലയിലുണ്ട്. അതിനുശേഷം പിന്നെ നടന്നത് അതിനുശേഷം പിന്നെ നടന്നെന്ന് പറഞ്ഞത് ബിഗ് ബോസിന്റെ ഒരു ചായ സൽക്കാരമായിരുന്നു. കിട്ടില്ല സൽക്കാരം എന്ന് പറഞ്ഞാൽ ഒരു നമ്മളും കാണുന്നത് വൈകിട്ട് ആ ടൈമിലാണ്. ഡയറ്റൊക്കെ പിടിച്ചിരിക്കുന്ന ആൾക്കാരാ. പഴംപൊരി, പരിപ്പുവട, ചായയൊക്കെ കണ്ടപ്പോ പൊട്ടി. നമ്മളുടെ പുറത്ത് ഒരു ചായ തട്ടുകട തന്നെ ഇട്ട് കൊടുത്തിട്ട് ശരിക്കും അത്രയും നാള് കഴിക്കാതെ കാണാതിരുന്ന ആൾക്കാരുടെ ആക്രാന്തവും ഒരു സന്തോഷം കെട്ടിട്ട മറ്റേ സിംഹത്തിന്റെ മാരത്തെ അവസ്ഥ വന്നിട്ട് പരിപ്പോടെ കക്ഷത്ത് വെക്കുന്നു, പഴംപൊരി ഈ കക്ഷത്ത് വെക്കുന്നു. ഭയങ്കര രസമായിരുന്നു. അതില് പിന്നെ നമ്മളുടെ വീട്ടിനകത്തുള്ള ചെക്കന്മാരെല്ലാം മുണ്ടൊക്കെ എടുത്തിട്ട് എസ്തെറ്റിക് ആയിട്ടായിരുന്നു ഒരു ചായക്കട അപ്രോച്ച് ചെയ്തത്. ഭയങ്കര രസമായിരുന്നു. പക്ഷെ അണ്ണൻ അടിപൊളിയായിരുന്നു. ഇത്രയും പേര് പോയി സംസാരിച്ച അണ്ണൻ വാതുറന്നിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്ന ഇവരുടെ തമിഴിലൊരു സംസാരം അത് കേട്ടായിരുന്നു. എപ്പിസോഡിൽ അധികം വന്നിട്ടില്ല. പക്ഷെ ലൈവില് എന്റെ മോനെ തമിഴിലെ സംസാരം രക്ഷയുണ്ടായിരുന്നില്ല. തഗ്ഗിന്റെ സാധനങ്ങൾ ഫുള്ള് കോമഡി പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു. നല്ല രീതിക്ക് അടിപൊളിയായിട്ട് നടന്നു.